സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ കൊളംബിയയിലാണ് ഉള്ളത്. പോപ്പയാൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഇങ്ങനെ കഴിഞ്ഞു തോന്നുന്നു, എക്സാക്റ്റ് ആയിട്ട് അറിയില്ല, നോക്കിയിട്ടില്ല മാപ്പ്. ഇങ്ങനെ കാലിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രക്കിൽ തന്നെയാണ് ഞാനുള്ളത്. കുറച്ചേരൊക്കെ ഞാനിങ്ങനെ ട്രക്കിലിരുന്ന് ഉറങ്ങി. അങ്ങനെ കാര്യമായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല. പുള്ളിക്കാരൻ ഇടയ്ക്ക് വെച്ച് റൂം എടുത്തിട്ട് അവിടെ താമസിച്ച് എൻ്റെ അടുത്ത് അവിടെ കിടന്നോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ കംഫർട്ട് അല്ലാത്തതുകൊണ്ട് കിടന്നില്ല. സോ ഞാനിപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആ ഒരു 4 hours എന്തോ ആളവിടെ കിടന്നിട്ടുള്ളൂ. ഞാനിങ്ങനെ വണ്ടിയിലെല്ലാം ഇരുന്ന് ചെറിയ ഉറക്കം ഉറങ്ങി. അങ്ങനെ പ്രോപ്പറായിട്ട് ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല. നല്ല ടയേർഡ് ഉണ്ട്. ഇനിയുണ്ട് ഒരു 174 കിലോമീറ്റർ എന്തോ ഉണ്ട്. ഇപ്പോൾ രാവിലെ ആയപ്പോൾ തന്നെ നല്ല ക്ലിയർ സ്കൈ എല്ലാം. ഇപ്പോൾ ടൈം ഒരു 7-7:30 ആയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു 350 കിലോമീറ്റർ ഉണ്ട് കാലിയിലേക്ക് എന്നാണ്. പക്ഷെ 450 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഞാൻ എക്സാക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ മാപ്പിൽ നോക്കിയപ്പോഴാണ് കണ്ടത് അത്രയും ദൂരം ഉണ്ട് എന്നുള്ളത്. നല്ല രസമുണ്ട്. ഇന്ന് രാവിലെ തന്നെ നല്ല വെയിലാണ്. മേ ബി ഞാൻ 7 മണിക്കൊന്നും എണീക്കാത്തതുകൊണ്ടായിരിക്കും ഇതുപോലെ വെയിൽ കാണാതെ. ചിലപ്പോൾ എല്ലാ ഡേയ്സിലും ഇങ്ങനെ ഉണ്ടാവും, പറയാൻ പറ്റില്ല. പിന്നെ ഈ ഏരിയയിലെല്ലാം തണുപ്പുണ്ട്, പക്ഷെ ഇത്രയും ദിവസം ഉണ്ടായ പോലത്തെ തണുപ്പൊന്നുമില്ല. ഒരു ഏവറേജ് തണുപ്പ് മാത്രം. നമുക്ക് ഓക്കെ അത് മോർണിംഗ് ടൈമിലൊക്കെ തന്നെ ഉള്ളൂ. ഒരു കുറച്ചെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അധികം തണുപ്പൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ കൊളംബിയയിൽ എനിക്ക് തോന്നി കുറച്ച് സ്ഥലത്ത് മാത്രം അങ്ങനെ ഡീപ്പ് വില്ലേജ് ഒക്കെ ഉള്ളൂ. പിന്നെ ആമസോണിലെല്ലാം പോയാൽ റോഡൊന്നും ഇല്ല, ബോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, അത്യാവശ്യം ബിൽഡിങ്സും ചെറിയ ചെറിയ ടൗൺ എല്ലാം പെട്ടെന്നെല്ലാം എത്തുന്നുണ്ട്. ഇതാ അവിടെ നോക്ക്, എനിക്കൊരു ചെറിയ കുട്ടനെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു വിടാൻ തോന്നില്ല കേട്ടോ. നോക്ക്, പഗ്ഗാണിത്, പഗ്, കുഞ്ഞു പഗ്. എന്തിനാ പുറത്ത് ചാടിപ്പോണോ? ഞാനിതാ അവിടെ സൂപ്പ് പറഞ്ഞിട്ടുണ്ട് ചിക്കൻ്റെ. ആളിതാ സൂപ്പ് കുടിച്ച് കഴിഞ്ഞിട്ട് വേറെ എന്തോ ഫുഡ് കഴിക്കാണ്. ഞാൻ ബോയിൽഡ് എഗ്ഗ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിതാ അവിടെ ഒരു എഗ്ഗ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരെണ്ണേ ഞാൻ പറഞ്ഞുള്ളൂ, അവരെങ്ങനെ തരാന്നറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്കൊന്ന് ആ ഡോഗ് ട്രക്കിൽ വന്നതാണ്. നോക്കി, ആ ക്യൂട്ട് ഡോഗ് അവിടെ കഴിച്ചോണ്ടിരിക്കുന്നത്, അതിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കണം. അതിന് നടക്കാൻ തന്നെ ആയിട്ടില്ല, കുഞ്ഞാണത്, കുഞ്ഞ്. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിനെ കണ്ടിട്ട് മതിയാവുന്നില്ലല്ലോ. എന്താണിത്? മതിയാവണില്ല, അതന്നെ മതിയാവണില്ലേ. എന്ത് ക്യൂട്ടാ നോക്ക്, നല്ല രസമുണ്ട്. കടിച്ചു തിന്നാൻ തോന്നണോ. ഇപ്പൊ പയ്യാണ് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്. ഭയങ്കര സ്ലോ ആണ്. ഇപ്പൊ നിങ്ങക്ക് മൂവി എന്ന് കാണുമ്പോ തന്നെ മനസ്സിലാവും. കേരളം പോലെയില്ലേ, കേരളത്തിലെ പഴയ വീട് പോലെ തോന്നുന്നില്ലേ? എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നോക്ക്, നല്ല രസമുണ്ട്. പക്ഷെ കാണാനെല്ലാം അടിപൊളിയാണ്. ഞാൻ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ട്രാഫിക് ഉണ്ട്. ഇനി ഒരു 60 കിലോമീറ്റർ ആണ് അങ്ങോട്ടുള്ളൂ. പക്ഷെ സ്ലോ ആയിട്ട് പോകുന്നോണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കും. ഇപ്പോൾ ട്രാഫിക് ഒക്കെ മാറിയിട്ടുണ്ട്, കുറച്ചും കൂടെ അടിപൊളി റോഡായിട്ടുണ്ട്. നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പെട്ടെന്ന് എത്തുമായിരിക്കും. ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല ഓർഗനൈസ്ഡും ഡെവലപ്ഡ് ആണ്. നമ്മളൊരു നോർത്ത് ഇന്ത്യൻ വൈബ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതുവഴിയെല്ലാം പോകുമ്പോൾ. ഈ ഒരു ഗ്ലാസ് ഇങ്ങനെ ഒരു ക്ലിയർ അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ചെറിയ ബ്ലറൊക്കെ ഉണ്ടാവും. നമുക്ക് കുറേ മരങ്ങളും നല്ല പച്ചപ്പും നല്ല രസമുണ്ട്. പിന്നെ എൻ്റെ ഈ സൈഡിലെല്ലാം കാണുന്നത് ഫുള്ള് കൃഷിയാണ്. കൂടുതലും ഷുഗർ കെയിൻ തന്നെയാണ് എല്ലാവിടെയും. ഇവരിങ്ങനെ ഷുഗർ കെയിൻ ചൂടാക്കിയിട്ടുള്ള ഒരു നമ്മൾ ചായ കുടിക്കും പോലെ എല്ലാം കുടിക്കും. ഇവരുടെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഉണ്ട്, ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ്. ഇവർ സോഫ്റ്റ് ഡ്രിങ്ക്സിന് പകരം കൂടുതൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സുകളാണ് കുടിക്കുന്നത്. അത് ഭയങ്കര ഹാപ്പിയാണ് കാണുന്നത്. കുറേ നേരമായിട്ട് ഇവിടെ സ്റ്റക്കാണ്. എന്തോ ആക്സിഡന്റ് എന്തൊക്കെ ഉണ്ടായിട്ട് കുറേ ആംബുലൻസും പോലീസൊക്കെ വന്നിട്ട് കുറേ മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 500 കിലോമീറ്ററോളം ഈ ഒരു വണ്ടിയിൽ തന്നെയാണ് വന്നത്. ഇന്നലെ രാത്രി കയറിയതാണ്. ഇപ്പം ഞാനിത് അവിടെ കാലിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, ഞാൻ ഭയങ്കര ടയേർഡായിട്ടുണ്ട്. ഉറക്കമൊക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ ക്ഷീണിച്ചാൽ വിശക്കുന്നുണ്ട്. സോ ഞാൻ ക്രോസ് ചെയ്തിട്ട് എനിക്ക് അപ്പുറത്തേക്ക് പോകണം. വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറം പോയിട്ട് ക്രോസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ബെറ്റർ. ഇവിടുന്ന് ഞാൻ എൻ്റെ ഒരു കൗച്ച് സർഫിങ് ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 3.7 കിലോമീറ്റർ ഉണ്ട്. ഞാനപ്പം നടന്നു പോകാന്ന് വിചാരിക്കുന്നു. ഹിച്ചൈക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹിച്ചൈക്കും ചെയ്യാം. എന്റെ ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഹായ്, hola, ¿cómo estás? Hi, ¿cómo estás? ¿Todo bien? Todo bien. ഇതാണ് അപ്പൊ എന്റെ ഫ്രണ്ട് Lorena, yes. Lorena എന്നാണ് പേര്. It's just nearby, right?
Yes. ഞാൻ ആക്ച്വലി ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ടായുള്ളൂ, നടന്ന് വരുമായിരുന്നു. അപ്പോ മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ ടാക്സി എടുക്കാന്ന് വിചാരിച്ചു, കാരണം ഞാൻ ഭയങ്കര ടയർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ടാക്സി എടുക്കാൻ വേണ്ടി ലൊക്കേഷൻ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഗ്രാസിയാസ്, മുച്ചോ ഗ്രാസിയാസ്. Con mucho gusto. സോ അപ്പൊ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ടൊന്ന് കുളിക്കൊക്കെ വേണം. ഭയങ്കരമായിട്ട് നീ കൻസാദാ. I suppose. Oh my God. You need to rest in my home. Yes. Thank you. Gracias. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. പുള്ളിക്കാരിയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ചിക്കൻ സ്റ്റേക്ക്, പിന്നെ ബനാന ഫ്രൈ, പിന്നെ ഇതെന്താ ബീൻസ് ലെന്റിൽസ് ആണ്, പിന്നെ സാലഡ് ഉണ്ട്, റൈസ് ഉണ്ട്. റൈസ് കുറച്ചുകൂടെ ഇവിടെ ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇറ്റ്സ് ലുക്ക് ഡെലിഷ്യസ്. I'm hambre. Sí, frijoles, beans. I thought it's lentils. Buen provecho. In Spanish is buen provecho. Okay, let's eat like that. Exactly. Okay. Thank you. Let me try. ഞാൻ കഴിച്ചോട്ടെ. ആദ്യം ബീൻസ് കഴിച്ചു നോക്കാം. റൈസിന് എന്തോ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. This is more sticky rice, I think. Yeah, from there I had different rice. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഡിഫറെൻ്റ് ആണ്. ഇതിന്റെ ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിച്ചപ്പോൾ ചെറിയൊരു ഉറക്കൊക്കെ വരുന്നുണ്ട്. 14,000 ആണ് ഇവിടുത്തെ പെസോ വരുന്നത് ഒരാളുടെ ഇത് പ്രൈസ് കേട്ടോ. അത് ഓൾമോസ്റ്റ് റേഞ്ച് മാറി. ഞാൻ ഇവിടെ കൂടുതൽ ഉണ്ടാവുന്നു. സാധാരണ ഞാൻ ഇന്നലെയൊക്കെ കഴിച്ചപ്പോൾ 17,000 ഉണ്ടായി. അപ്പം ഞാൻ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഗ്രാസിയാസ്. ഇവിടെ ഈ പരിപാടി ഉണ്ട് കേട്ടോ, നമ്മളെ ചേഞ്ചിന് പകരം മിഠായി തരുന്ന പരിപാടി. നമ്മളിതാ പുള്ളിക്കാരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഈ കാണുന്നത്. ഈ ഒരു സിറ്റിന്റെ ഫുൾ വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. പുള്ളിക്കാർ പറഞ്ഞ അവിടെ എന്തോ പ്രത്യേകത ഉണ്ട്. വാട്ട്സ് ദാറ്റ്? This is the Farallones de Cali. This is different mountains, and the mountains have a shape. Exactly. Yeah, it's different called shape. Pico del Oro. What's that? Because it's like a parrot. Okay. The yeah. noise of parrot. അത് പാരറ്റിന്റെ മുഖം പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇത് ഒരുപാട് ദൂരെന്ന് എടുക്കുന്നത്, ഞാൻ സൂം ചെയ്ത് എടുക്കുന്നത്. ഇവിടെ നോക്ക്, ഇത് ഒരു എന്താ പറയാ അടുപ്പിച്ചുള്ള ഒരു വീടുകളാണ്. ബ്രസീലിലെ ഏതോ ഒരു സിറ്റിയിൽ ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് വീടുകൾ കാണുന്നുണ്ട്. അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അതുപോലെ ബ്രസീലിലെ മറ്റേ കുരിശായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റാച്യു ഉണ്ടല്ലോ, അതുപോലത്തെ സംഭവം ഇവിടെയും ഞാൻ കണ്ടിട്ടുണ്ടായി. എല്ലാം ഒരു സിമിലാരിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ടായി. പിന്നെ അവിടെ കേബിൾ കാർ ഉണ്ട്, അതിൻ്റെ മുകളിലേക്ക് പോവാം. ആ ഒരു ടവറിൻ്റെ അവിടുന്ന് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് പോവാം. കാരണം ഇത് കണ്ടോ, ഇവിടുന്ന് അങ്ങനെ അറിയാൻ പറ്റത്തുണ്ട് അങ്ങോട്ട് നല്ല ഹൈറ്റിലാണ് ഉള്ളത്. പക്ഷെ എന്തായാലും അടിപൊളി വ്യൂ ആണ്. ഇപ്പം ഇവിടെ പൂളൊക്കെ ഉണ്ട്, പൂളൊക്കെ വേണമെങ്കിൽ ചാടാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ കാണിച്ചു തരാം. വീട് ഇതാണ് വീട്. ഞാൻ പറയാണ് ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വൈറ്റ് കളറിൽ ആ ഒരു നല്ല രസമുണ്ട് കാണാനായിട്ട്. പുള്ളിക്കാരി ഇങ്ങനെ ഒരുപാട് പേരെയൊക്കെ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. ആൾക്ക് 54 വയസ്സുണ്ട്, പക്ഷെ ഒരുപാട് ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കിച്ചണൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് വൃത്തിയാ. ഇത്രയും വൃത്തിയുള്ള കിച്ചൺ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ. എനിക്ക് തോന്നുന്നു വൈറ്റ് കളർ ആയതുകൊണ്ട് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. എനിക്കിത് ഡ്രസ്സ് അലക്കണം, എന്നോട് ചോദിച്ചിട്ടുണ്ടായി അലക്കണം എന്നുണ്ടെങ്കിൽ അലക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫുള്ള് ഫ്രിഡ്ജ് മാഗ്നറ്റ് എല്ലാം ഇഷ്ടംപോലെ കാണാൻ പറ്റുന്നുണ്ട്. പുള്ളിക്കാരി പോയതിൻ്റെ എല്ലാം ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ വാഷ്റൂം. വാഷ്റൂമിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോവാം നമുക്ക് റൂമിലേക്ക്. ഇതാണ് എൻ്റെ റൂം. അപ്പോൾ ഒരാൾ കൂടുതലുണ്ടെങ്കിൽ ഇവിടെയും കിടക്കാം. ഞാനപ്പോൾ എവിടെയെങ്കിലും കിടക്കാൻ പോകുന്നു. എൻ്റെ ബാഗൊക്കെ ഞാൻ എൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് സിറ്റീൻ്റെ ഒരു വ്യൂ എല്ലാം ഇവിടെ കാണാം. ഒരു വലിയ ടി വി ഒക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ ഒരു സിറ്റി അധികം തണുപ്പില്ല, പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, തണുപ്പാണ്. AC ഉണ്ട്. ഇനി ചൂടുള്ള ടൈമിലാണ് ഇവിടെ പൂളുണ്ട്. അതല്ല, ഇവിടെയാണ് പൂള്. ഇത് ഈ കാണുന്ന പൂളിൽ ഇറങ്ങിക്കോളാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങൂല, എനിക്ക് പേടിയാണ്, അതുകൊണ്ട് അവർ വരികയാണെങ്കിൽ ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞു. എന്തായാലും ടയേർഡാണ്. അപ്പോൾ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യും. എപ്പോൾ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചില്ല. എനിക്ക് പകുതി ഉറക്കം വരുന്നുണ്ട്. ഇന്ന് രാത്രി ഇവിടുത്തെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഈ കാലി എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം.
ഇവിടെ സാൽസ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് പാർട്ടി ഡാൻസ് ഒക്കെ ആയിട്ടുള്ള അതിന്റെ ഒരു സ്ഥലമാണ്. അത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒന്നും വന്നാൽ കാണാൻ പറ്റില്ല, വെള്ളിയാഴ്ച മാത്രമേ കാണാൻ പറ്റൂ. എന്റെ ലക്കിന് ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പൊ ഇന്നത് ഈ നൈറ്റാണ് ഉണ്ടാവുക. നൈറ്റ് ആ സ്ട്രീറ്റിലേക്കെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ ഉറയും കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങി ശീലമേ ഇല്ല, അതുകൊണ്ട് ഉറങ്ങാനും ടാസ്ക്കാണ്. ഇന്നലെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ എത്ര ടയർഡാണെങ്കിൽ പോലും ഉച്ചയ്ക്ക് ഉറങ്ങാൻ എനിക്ക് ഭയങ്കര കഷ്ടമാണ്. ഞാനിത് ആ വീക്കിൽ നടക്കുന്ന ഒരു പരിപാടിയാണിത്. വെള്ളിയാഴ്ച മാത്രമാണ് ഉണ്ടാവുള്ളൂ. സാൽസ അങ്ങനെ ഡാൻസാണ് മെയിനായിട്ട്. ഇത് കപ്പിൾസൊക്കെ നടത്തുന്ന ഡാൻസാണ്. ഒരു അടിപൊളി സംഭവമാണ്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് കട്ട പോസ്റ്റാണ്. കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. ഡാൻസിന്റെ അവിടെ ആയിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അവിടെ ചൂടൊക്കെ എടുക്കാൻ തുടങ്ങി. പുറത്തെല്ലാം നല്ല തണുപ്പും തണുത്ത കാറ്റൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ അത്രയും ആൾക്കാർ ഡാൻസ് എല്ലാം ഒരുമിച്ച് കളിച്ചിട്ടാന്ന് തോന്നുന്നു. ഭയങ്കര ചൂട്. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാർ വേറെ പാർട്ടിക്ക് പോയി. അപ്പം ഞാൻ പോകുന്നില്ല. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഫുഡ് ഇങ്ങനെ സ്വീറ്റ്സ് ഒക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബിയർ കുടിക്കുന്നില്ല. അപ്പോൾ ബിയറും കുടിക്കാണ്ട് പിന്നെ ഒറ്റയ്ക്ക് അവിടെ അധികം വൈബില്ല. എന്തായാലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകുന്ന വൈകിയത് അവിടെ നമ്മൾ അരേപ്പാസ് കുറേ കണ്ടു. അപ്പോൾ ചിക്കനും ബീഫും ഒക്കെ ഉള്ള അപ്പൊ അതെ ഞാനത് സി നല്ല ഫ്രണ്ട്ലി ആൾക്കാരാ. അത് അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതെല്ലാം അരേപ്പാസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചിക്കനും ബീഫും എല്ലാം കൂടെയാണ്. ഒരെണ്ണത്തിന് 16,000 പൈസയാണ് വരുന്നത്. എന്താ പറയാ, പിന്നെ ചീസ് ആണെങ്കിൽ 4,000 8,000 അങ്ങനെ. ഇതിലിങ്ങനെ ചിക്കൻ ഫില്ലിംഗ് ആയിട്ട് ഒരുപാട് സോസ് തന്നിട്ടുണ്ട്. മധുരം, എരിവ് എന്ത് വേണേൽ ചൂസ് ചെയ്യാം. ഞാനിത് എപ്പോൾ ഇട്ടേക്കുന്ന എരിവാ, പക്ഷെ എന്നാലും വലിയ എരിവൊന്നും ഉണ്ടാവില്ല. ടേസ്റ്റ് ഉണ്ട്, ഞാൻ കഴിച്ചോണ്ടിരിക്കുക. ഇത് നോക്ക്, എന്ത് രസമുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. ഫുള്ളിങ്ങനെ ഓപ്പൺ ആയിട്ട് രാത്രി കാറ്റൊക്കെ കൊണ്ടിട്ട് പോവാ. കണ്ടിട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നൈസ് ആയിട്ടുണ്ട്. അതിന്റെ ബാക്കിലൊക്കെ നോക്ക്, ട്രക്കെല്ലാം പോലെ ഇരിക്കുന്നത്. ഞാനിങ്ങനെ അതുവഴി നടക്കുകയായിരുന്നു. അപ്പൊ എന്റെ വേറൊരു കൗൺസിലിംഗ് ഫ്രണ്ട് എന്നെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഹായ്, ഹൗ ആർ യു? Hi there. Okay, good. Vian? All good, yes. Okay. We can. Okay, this is the traditional drink. It is a traditional drink from the African Colombian communities. So both of African and Colombian? Yes. Okay. So I think it's a different flavors, right? Yes. This is from sugarcane? This one? Pure curao. What's that? The name is curao. Curao. But what is the ingredient? Hierba, herbs. Herbs. Herbs, okay. Herbs. This one? Toma seca, también con Also herbs. Toma Okay. seca is the This? name. This is a different cola color. granulada. It's like a supplement, yes. Yes. Okay, this? Vanilla. Oh, vanilla. Vanilla, okay. This? Chocolate? No, este tiene borojo. Borojo. It's a local fruit. Very popular. Oh, okay. What Arrechon. food is that? I didn't know. The name is ഇതെല്ലാം arrechon. ഇങ്ങനെ ട്രഡീഷണൽ ഡ്രിങ്ക്സ് ആണ്. ആഫ്രിക്കൻ കൊളംബിയൻ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഡ്രിങ്ക് ആണ്. ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രൂട്ട് എന്താ പറയാ, ഇവിടുത്തെ ഒരു ട്രഡീഷണൽ, ഇവിടെ മാത്രം കാണുന്ന ഒരു ടൈപ്പ് ഫ്രൂട്ടാണ്. ഗൂഗിൾ ചെയ്തപ്പോൾ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതും ട്രൈ ചെയ്തു. ഇത് സോഫ്റ്റ് ആണ്, പക്ഷെ ഇത് ഭയങ്കര ഹാർഡാണ്. അവിടുന്ന് ആ ഡ്രിങ്ക് ഒക്കെ ട്രൈ ചെയ്തിട്ട് ഒരു പാർക്കും പള്ളിയിലേക്ക് വന്നേക്കാണ്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പള്ളിയിൽ വെച്ചിട്ട് കല്യാണം നടത്തുകയാണെങ്കിൽ അവർ റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. ഭയങ്കര വൈബാണ് കണ്ടോ. വീക്കെൻഡ് ആയിട്ട് നോക്ക്, ഇങ്ങനെ ഇപ്പം രാത്രി ഒരു സമയം 9:30 ആയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട്സും കപ്പിൾസും പിള്ളേരും ഒക്കെ ആയിട്ട് വരാം. കൂടുതലും പിള്ളേർ കുറവാണ്. കമ്പാരിറ്റീവ്ലി കൂടുതലും യങ്സ്റ്റേഴ്സിനെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് ഇതേ ഈ ഒരു കാലിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു പാരീസിലെല്ലാം പോയപ്പോൾ ഇതുപോലെ മുകളിലേക്ക് കയറി ചെന്നിട്ട് ഒരു ചേർച്ച് ഉണ്ട്. അവിടുന്ന് പാരീസിൻ്റെ ഒരു വ്യൂ എല്ലാം കാണാം അതുപോലെ. പക്ഷെ പാരീസിൻ്റെ വ്യൂ കുറച്ചും കൂടെ ഹൈറ്റ് നിന്നായതുകൊണ്ടും കുറേ സിറ്റി വലുതായതുകൊണ്ടും കുറച്ചുകൂടെ വലുതാണ്. ഇത് പിന്നെ ചെറിയ സിറ്റിയാണ്. ഞാനിവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കഞ്ചാവിൻ്റെ എല്ലാ സ്മെല്ലെല്ലാം വരുന്നുണ്ട്. കാരണം ഇവിടെ ലോക്കൽ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്താൽ അത് ലീഗലാണ്. ഒരുപാട് എമൗണ്ട് ക്യാരി ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇവിടെ അങ്ങനെയാണ്.
പക്ഷെ ഭയങ്കര വൈബ്. ഇതുവഴി നടക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. വൈകിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഓരോ ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡും ഓരോ സ്നാക്സ് എല്ലാം ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ നടക്കാം. ഫുള്ള് ലൈറ്റ് ഉണ്ടാവും. ഫുൾ ഈ ഏരിയ എല്ലാം കംപ്ലീറ്റ്ലി സേഫാണ്. ആണല്ലേ, എന്തോരം ആൾക്കാരാ, ഒരുപാട് പേരുണ്ട്. ചിത്രം വരയ്ക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഫുഡ് കഴിച്ചിരിക്കുന്നു. ഇവരെല്ലാം അവിടെ ചെല്ലുമ്പോഴും ഡോഗിനെയും കൂടെ കൊണ്ടുപോകും. നമ്മുടെ നാട്ടിലെല്ലാം ഡോഗിനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പല സ്ഥലത്തും പറ്റില്ല, അങ്ങനെ സീനാന്നെല്ലാം പറയും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. അതെ, ഈ ഏരിയയിൽ പിള്ളേരുണ്ടല്ലോ, പിള്ളേർ അവിടെ എന്തോ കളിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ പേരെ അവിടെ കാണുന്നുണ്ട്. അത് പിള്ളേർ മാത്രമുള്ള ഏരിയ ആണ്. ഇവൻ്റെ പോലീസെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നടക്കുന്നുണ്ടാവും. എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോടെല്ലാം പറയാം. ശരിക്കും സേഫാണ്, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ബട്ട് സിറ്റിയിൽ പല സ്ഥലത്തും അങ്ങനെ സേഫ് അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. But I don't know everything. Okay. So this, ready? Yeah. This is called aborrajado. It's a traditional food from the southwest of Colombia. It is made of plantain and it has cheese inside. Oh, cheese inside. Yeah, it is fried and it is usually sold in the streets. Okay. It's something you usually eat in the afternoons as a snack. Okay. It's delicious. What about this? Small arepa? This is arepa, yes. Small arepa. Sausage. Sausage, yes. And I think pork something. This is a lungs, Lungs, yes. lungs. This is Okay. lungs. This one? That's just potato. Okay, potato. Yeah, they potato. cover it in flour. Okay, they this fry it, also and it's sausage. delicious. Yes. And this is something Finnish. Yes. And kind of sausage. But what is this? These are wings. They are stuffed wings. Chicken like wings. Chicken wings. Yes, Okay, chicken chicken wings. wings are not all. Yes. This is potato. Potato, and this is potato, but inside it is stuffed. It has rice, Rice. and meat and Yes, other yes. I ingredients. had this one with potato fried inside egg. Yes, there is egg as well. Then ഇത് അവക്കാഡോ, പിന്നെ പല കൈൻഡ് ഓഫ് സോസ് അതിന്റെ കൂടെ കഴിക്കാൻ കണ്ടില്ലേ. ഡിഫറെന്റ് ആയിട്ട് ഇത്രയും സോസസ് ആണ് ഉള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഈവനിങ് സ്നാക്ക് പോലെ ഇവിടെ ഒരു 9:30 എപ്പോഴും ഇങ്ങനെ കാണാം. ഇത് പോകുന്ന വഴിയിലെല്ലാം നടക്കും, നമുക്ക് കാണാൻ പറ്റും. ഞാനിത് അവിടുന്ന് ഇറങ്ങാണ്. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. ഓക്കെ ബൈ. ഞാൻ എന്താ ഇവിടെ ബൈക്ക് ടാക്സി എടുത്തിട്ടുണ്ട്. ബൈക്ക് ടാക്സിയിലാണ് പോകുന്നത്. ബസ് ടെർമിനലിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. Okay, see, bye. Gracias, muchas gracias. See. Yeah, yes. Okay. അപ്പോൾ ഞാൻ ബൈക്ക് എടുത്തിട്ട് ബസ് ടെർമിനലിൽ പോയിട്ട് അവിടുന്ന് ബസ് ഇവിടേക്കുണ്ട്, എയർപോർട്ടിലേക്കുണ്ട്. ഞാൻ ലെറ്റീസിയ ആമസോൺ ഫോറസ്റ്റിലേക്ക് ഫ്ലൈറ്റിൽ പോകാനായിട്ടാണ് ബസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ എത്തിയിട്ട് ബാക്കി പറയാം. ഇവിടെ ഫോണ് കയ്യിൽ വെക്കുന്നത് സേഫ് അല്ല. ഞാനിത് അവിടെ ബസ്സിൽ കയറിയിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് പോവാണ്. ഒരു 13,000 പെസോസാണ് ആയത് എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. പിന്നെ ടാക്സിയിലാണെങ്കിൽ 7,000 പെസോസും. എയർപോർട്ട് ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് 9:57 ഫ്ലൈറ്റ്. ഇപ്പോൾ ടൈമാണെങ്കിൽ 8:32 ആയിട്ടുണ്ട്. ഞാൻ ഓൺലൈനിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് പോയിട്ട് തന്നെ ചെക്ക് ഇൻ ബാഗേജ് കൊടുക്കണം. എൻ്റെ ബാഗ് ഞാൻ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് മേടിച്ചിട്ടുണ്ട്. കാരണം എനിക്കാകെ പേഴ്സണൽ ബാഗ് ഉണ്ടായിരുന്നു. ടെൻ്റൊക്കെ ഉള്ളതുകൊണ്ട് പേഴ്സണൽ ബാഗ് എടുക്കാൻ പറ്റില്ല. അതാണ്. ബാക്കിയുള്ളതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ടെൻ്റ് ഉള്ളതാണ് ടാസ്ക്. അതുകൊണ്ട് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ ബാഗ് ഉണ്ട്, പിന്നെ 10 kg ഉണ്ട്, പിന്നെ എനിക്ക് 23 kg എക്സ്ട്രാ ഉണ്ട്. എയർപോർട്ടിലേക്കുള്ള വഴിയാണിത്. എനിക്ക് തോന്നുന്നു ഒരുപാട് നടക്കാനൊന്നും ഉണ്ടാവില്ല എന്ന്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് തന്നെ പെട്ടെന്ന് എത്തുമായിരിക്കും. പിന്നെ അതാ എൻ്റെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല 2 ദിവസമായിട്ട്. അപ്പോൾ 2 ദിവസം മൊത്തം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ഫുള്ള് അവിടെ അവരുടെ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ എയർപോർട്ടിലേക്ക് വന്നേക്കുന്നത്. എല്ലാം റെഡി ആവണം. ഫൈനലി ഞാൻ ആമസോണിൽ എത്തിയിട്ടുണ്ട്. ലെറ്റീസിയയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. വന്നിറങ്ങുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച നോക്കി എന്താ പറയാ, കുറേ കിളികൾ വട്ടിട്ട് പറക്കുന്നതാണ്. ഒരു ലോഡ്. എന്നിപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. ജസ്റ്റ് വന്നിറങ്ങിയുള്ളൂ, ലാൻഡ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ റേഞ്ചൊക്കെ ഇനി ഫുള്ള് കണക്കായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഇടലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ എപ്പോഴായിരിക്കും കാണാന്ന് തന്നെ എനിക്കറിയില്ല. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഇപ്പം ചില സ്ഥലത്തെല്ലാം ഫുള്ള് നോ സർവീസ് ആയിരിക്കും, ചില സ്ഥലത്ത് ഓക്കെ ആയിരിക്കും. എൻ്റെ ചെവിയെല്ലാം ഇതാവുന്നുണ്ട്. നല്ല ടയേർഡായിട്ടാണല്ലേ, ഉറങ്ങിയിട്ടേ ഇല്ല. വന്നിറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു എൻട്രി ഫീ പോലെ നമുക്ക് ഇവിടുത്തെ ടൂറിസ്റ്റ് ടാക്സ് പേ ചെയ്യണം. അതിന് നമുക്ക് ബില്ലെല്ലാം തന്നിട്ടുണ്ട്. ഏകദേശം ഇന്ത്യൻ റുപ്പി ഒരു 1100
രൂപ നമ്മളിവിടെ പേ ചെയ്യണം കേട്ടോ ടാക്സ് ആയിട്ട്. എനിക്ക് അറിയായിരുന്നു എന്തോ ടാക്സ് ഉണ്ടെന്ന്, പക്ഷെ ഇത്രയും 1100 രൂപയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനിതാ ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആക്ച്വലി എൻ്റെ പൈസ ഓൾമോസ്റ്റ് തീരാനായിട്ട്. പിന്നെ ഞാൻ എയർപോർട്ടിൽ വെച്ചിട്ട് ഞാനൊരു മലയാളീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ആളുടെ അടുത്തേക്ക് ആളുടെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ ഞാൻ ഇന്ത്യൻ ക്യാഷ് അയച്ചു കൊടുത്തിട്ട് ഞാൻ പെസോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരുപാടൊന്നും മേടിച്ചില്ലായിരുന്നു, ഒരു അത്യാവശ്യത്തിനുള്ള മേടിച്ചു. പക്ഷെ ഇവിടെ ഇത് ഒരു എക്സ്ട്രാ വീണ്ടും അത് ഒരു 50,000 ആയത് അത് ഞാൻ വിചാരിച്ചില്ലായിരുന്നു, ഒരു 50,000 ഇവിടെ ആവും എന്നുള്ളത്. ഇവിടെ ആണെങ്കിൽ ATM ഒന്നും അങ്ങനെ കാര്യമായിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ ചാൻസ് വളരെ കുറവാണ്. നമ്മളെപ്പോഴും ക്യാഷ് ആയിട്ട് തന്നെ കയ്യിൽ വെക്കാം. നമുക്ക് ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തായാലും ഉണ്ടാവും. നമുക്കിപ്പോൾ ഞാനിനി ഇവിടുന്ന് ബോട്ടിലൊക്കെയാണ് പെറുവിലെല്ലാം എൻട്രി ചെയ്യാൻ പോകുന്നത്. അറിയില്ല എങ്ങനെയാണെന്നൊക്കെ. ഇവിടുന്ന് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിലും ലോക്കൽ ട്രാൻസ്പോർട്ടേഷനെല്ലാം എന്തെങ്കിലും ചെറിയ വണ്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ഫുള്ള് ബോട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ എത്തിയപ്പോൾ വെതറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ചെവിയൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്. രാവിലെ സമയം 6:30 6:30 തന്നെ ഭയങ്കര ചൂടാണ്. സോ ഞാനിവിടുന്ന് നടന്നിട്ട് ഏകദേശം ഒരു 3 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ സെൻറ്റർ എത്തും. അവിടെ എത്തിയിട്ട് നെക്സ്റ്റ് ഈ ബോട്ട് എല്ലാ ദിവസവും ഉണ്ടാവില്ല. ഈ പെറുന്ന് ഇക്വിറ്റോസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ അത് ആദ്യം ചെക്ക് ചെയ്യണം ഏത് ഡേറ്റിലാണ് ഉള്ളതെന്ന്. ആ പോർട്ടിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് എന്നൊക്കെ ഉണ്ട് നോക്കിയാലാണ് എനിക്ക് അതിനനുസരിച്ച് ഇവിടെ എവിടെയൊക്കെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാക്സി എല്ലാം ഭയങ്കര റേറ്റാണ് പറയുന്നത്. 3 കിലോമീറ്ററിന് തന്നെ $10 പറയുന്നത്. അങ്ങനെ ഞാനിതാ ഈ ഒരു പുള്ളിക്കാരൻ്റെ ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ ആമസോൺ ഫോറസ്റ്റിലും ഞാൻ ലിഫ്റ്റ് അടിച്ചാണ് പോകുന്നത് കേട്ടോ. ഗ്രാസിയാസ്, മുച്ചസ് ഗ്രാസിയാസ്. ഇവിടുത്തെ ആൾക്കാരെല്ലാം എന്തോ പറയുന്നുണ്ട്, ആളെന്താന്ന് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര കമ്പനിയാണ്, നൈസാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഗൂഗിളെല്ലാം അങ്ങനെയാ പറഞ്ഞേ. സോ നോക്കിയൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ചെറിയ റോഡുണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് കൊളംബിയയിലെ ഏറ്റവും മെയിൻ സ്ഥലം, ലെറ്റീസിയ എന്ന് പറയുന്നത്. ഇവിടേക്കാണ് ഫ്ലൈറ്റ് എടുത്തിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ബോട്ട് എടുത്തിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകാനായിട്ട്. ഞാനിതാ ബോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ആളിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ പോയി ചോദിച്ചു നോക്കട്ടെ എപ്പോഴാണ് പോകുന്നതെന്നുള്ളത്. കാരണം ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല രസമുള്ള സ്കൈ ആണ്. പിന്നെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ വഴിയിലൊക്കെ ഒരുപാട് എന്താ പറയുക അവരുടെ ഫ്ലാഗും പിന്നെ അതിൻ്റെ ഓരോ പ്രോഗ്രാംസൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചെളി വഴിയിലൂടെ വേണം പോകാനായിട്ട്. നോക്കി പോയില്ലെങ്കിൽ താഴെ കിടക്കും വെള്ളത്തിൽ. ഇവിടെ ബോട്ട് എങ്ങനെയാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ബോട്ടൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ ടൈമുണ്ട്. അതായത് വെള്ളം കൂടിയാലും കുറഞ്ഞാലൊക്കെ ബോട്ട് വഴിയിലെല്ലാം നിൽക്കും. ലോങ് പോകുമ്പോൾ ചെറിയ ഡിസ്റ്റൻസിനല്ല, നല്ല ലോങ് എല്ലാം പോകുന്ന സമയത്ത് ചിലപ്പോൾ 7 ദിവസത്തിനെല്ലാം ബോട്ടുണ്ട്. അതൊക്കെ എടുത്ത് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ 7 ദിവസം എന്ന് പറയുന്നത് ചിലപ്പോൾ 10 ദിവസമാവും, ചിലപ്പോൾ 5 ദിവസമാവും. അങ്ങനെയാണ്. ഞാനിവിടെ ചോദിച്ചു നോക്കട്ടെ. ഇവിടെ കുറേ ഇങ്ങനെ ലോക്കൽ ബോട്ടുകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് അടുത്ത വില്ലേജിലേക്ക് ഓരോ സ്ഥലത്തേക്കൊക്കെ നമ്മൾ ബൈക്കും വണ്ടിയൊക്കെ എടുത്ത് പോണ പോലെ തന്നെ ഇവിടുന്ന് ബോട്ട് എടുത്തിട്ട് വേണം എങ്ങോട്ട് വേണമെങ്കിലും പോകണമെങ്കിൽ. ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് എല്ലാ ദിവസവും പോകുന്നുണ്ട് ബോട്ടിന്ന്. പക്ഷെ അത് എല്ലാ ദിവസവും പോകുന്നത് വേറെ ബോട്ടാണ്, സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. അതാണ് ഇവർ പറഞ്ഞത്. ഇവർക്ക് എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നില്ല. പക്ഷെ നാളെ എന്തായാലും മറ്റേ ബോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പോയി എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് വരുമ്പോൾ ഞാൻ എപ്പോഴെത്താ എപ്പോഴാ സ്ലോ ബോട്ട് പോവാന്നറിയാം. എല്ലാ ദിവസവും പോവില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ ഇനിയിപ്പോ ഇവിടുന്ന് ഇന്ന് ഇവിടെ നിൽക്കണോ അതോ അടുത്ത വില്ലേജസിലേക്ക് പോകണോ എന്നുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നോക്ക്, നല്ല ഫ്രഷ് പുഴുവാണ് കാണുന്നത്. ഇങ്ങനെ നമുക്ക് വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് നല്ല ഹൈ പ്രോട്ടീൻ പുഴു ഗ്രിൽഡ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇതുപോലത്തെ ഒരുപാട് ടൈപ്പൊക്കെ വേംസ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നോക്ക്, അവരെനിക്ക് കുടിക്കാൻ വേണ്ടി ഒരു ലിക്കർ തന്നിട്ടുണ്ട്. അവര് കുടിച്ചോക്ക് പറഞ്ഞിട്ട് ഇവിടെ കണ്ടാ ഇവിടെ എല്ലാം ഇങ്ങനെ ഉള്ളത്. ഇത് എനർജി ഡ്രിങ്കാന്ന്, നല്ല ലിക്കറാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെനിക്ക് ഫുൾ ഒഴിച്ച്. ഞാൻ വേണ്ട പറഞ്ഞിട്ട് അവര് പിന്നെ ഇച്ചിരി ഒഴിച്ച്. Tiene espacio. Te la mandé una. Mire que va a calentar, dígame. അയ്യോ, Te va a calentar.
പയ്യെ ഡെസ്പാസിയോ എന്ന് പറഞ്ഞാൽ പയ്യെ കുടിക്കണായിരുന്നു. ഞാൻ ഒറ്റ അടിക്കാൻ അങ്ങോട്ട് കുടിച്ച് ഇങ്ങനെ ഇറങ്ങി പോകുന്ന അറിയുന്നുണ്ട്. എൻ്റെ അമ്മോ വെറും വയറ്റിൽ കള്ളു കുടിക്കുന്നു, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ ഞാന് ഇത് വെള്ളം പോലെ കുടിക്കാണ്ട് ഞാൻ അത് കഴിച്ചതോ. എരിയുന്ന് ഓ സീന് ഇവിടെ എല്ലാം ഇങ്ങനെ അറിയുന്നു. ഇറങ്ങിപ്പോയത് അറിയുന്നു. ഇപ്പൊ കൂടുതൽ ഇതാകുന്നു അതിന്റെ ഇത് അറിയുന്നു. സീന് അഫ്രോസിയ അങ്ങനെ എന്തോ പറഞ്ഞ ഡ്രിങ്ക്. എന്റെ അമ്മോ ഇത് ഇങ്ങനെ ഒരു ഡ്രിങ്ക് എനിക്ക് അറിയൂല. സീൻ തന്നെ. അപ്പൊ ഞാനിതാ നോ 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 താങ്ക് യു സോ മച്ച് താങ്ക് യു. ഓക്കെ നോ ടു മച്ച് സ്ട്രോങ് പ്രോബ്ലം. എന്റെ ബാഗെല്ലാം ഞാൻ അവിടെ വെച്ചിട്ട് വന്നേക്കുന്നത്. ഞാൻ ഇവരൊക്കെ ഇങ്ങോട്ട് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാണ്. എനിക്കറിയില്ല എന്താവും, നല്ല ആൾക്കാരാണെന്ന് വിചാരിക്കാണ്. അപ്പൊ ഞാൻ എന്താ ബാഗെല്ലാം അവിടെ വെച്ചിട്ടാണ് പോയത്. അപ്പൊ ഇവരോട് സംസാരിക്കായിരുന്നു. ഓ 75 con aire acondicionado todo amoblado. Un momento. ഈ വേറെ ഫോണിൽ കാണിച്ചു കൊടുത്തോട്ടെ. പക്ഷെ ഈ ഫോണും ക്യാമറ ഒക്കെ കാണുമ്പോൾ ഇവര് ചിലപ്പോൾ ഇതാവും ചില ആൾക്കാർ. അതുകൊണ്ടാണ് ഞാനിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കലായിട്ട് ഏതെങ്കിലും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ അങ്ങനെ നിന്നാലോ എന്ന് ആലോചിക്കാം. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ. ¿Cuánto? 75 con aire acondicionado y televisor. ഓ 75. ഓ 75 എല്ലാം കാണിച്ചത്. 75 എല്ലാം ഭയങ്കര കൂടുതലാ. 30,000-ത്തിനല്ല ഞാൻ ഓൺലൈനിൽ കണ്ടതാ. ഞാൻ ഹോസ്റ്റല് നോക്കിയിട്ടുണ്ടായി. നമ്മളെ ഇന്ത്യൻ റുപ്പി ഒരു 800 രൂപയ്ക്കൊക്കെ ഹോസ്റ്റല് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചേഞ്ച് ചെയ്ത പൈസ ഇനിയിപ്പോ ഞാൻ ബോട്ടിലെല്ലാം പോകുന്ന സമയത്ത് ഒരു 1000 രൂപ 1200 രൂപയൊക്കെ വരും വൺ സൈഡ്. അപ്പൊ പിന്നെ എനിക്ക് അവിടുന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീട് ഉള്ളിലേക്ക് പോകണമെങ്കിൽ ബോട്ടിനെല്ലാം ഇവിടെ ഭയങ്കര പൈസയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹോസ്റ്റൽ എടുക്കുന്നില്ല. ഞാൻ ഇവരോട് ചോദിച്ച സമയത്ത് എന്റെ ബാഗെല്ലാം അവർ ഇട്ടേക്കാണ് കേട്ടോ. ക്യാമ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഇവരുടെ ഏതോ അറിയുന്ന ആരുടെയോ വീട്ടിലേക്കാണ് പോകുന്നതെന്നാ പറയുന്നത്. എനിക്കറിയില്ല എങ്ങനെ പോണ് എന്താന്ന് ഞാൻ ട്രാൻസ്ലേറ്റിൽ ചോദിക്കണം. ഓ ഞാനാണെങ്കിൽ ഒന്നും കഴിക്കാണ്ട് ഉറക്കപ്പിച്ചുമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ആ ഒരു ഡ്രിങ്കും കൂടെ കുടിച്ച സമയത്ത് എൻ്റെ കിളി പോയിട്ടുണ്ട്. അതാണ് അവസ്ഥ. നടന്നാണോ പോകുന്നത്? കമിനാന്തോ കമിനാന്തോ ആ നടന്നാണപ്പോ പോകുന്നത്. ഇവിടെ രാവിലെ മാർക്കറ്റെല്ലാം ഇവിടെ ഇങ്ങനെ കാണാം. ഇതെല്ലാം ഇങ്ങനെ കണ്ടു പോവാ. നല്ല ഫ്രഷ് ഫിഷ് എല്ലാം ഇവിടെ കാണുന്നുണ്ട് കേട്ടാ. പിടിച്ചു കൊടുന്നത് ഏതോ ചിക്കനും ഫിഷും എല്ലാം ഗ്രില്ല് ചെയ്യുന്ന കാണുന്നുണ്ട്. ഇത് ഈ ലെറ്റീസിയയിലാണെങ്കിൽ കൂടുതൽ ടൂറിസ്റ്റുകളെ കാണാം. ആമസോൺ ഫോറസ്റ്റിലെ ആനക്കൊണ്ടേനെയും ഓരോ അനിമൽസിനെ എല്ലാം കാണാനൊക്കെ പോകുന്നതായിരിക്കും. ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പൊ പോകുന്നില്ല. ഞാൻ എന്തായാലും കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതിനുള്ള പൈസ ഇപ്പൊ എന്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ കയ്യിലില്ല മീൻസ് ലൈക്ക് പിന്നെ എടുക്കാന്നുള്ളതല്ല. ഹാൻഡിലില്ല, ലിക്വിഡ് ഇല്ല എന്നല്ല ഉദ്ദേശിച്ച്, മൊത്തത്തിലില്ല. കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതെല്ലാം ഒരു ടൂർ പാക്കേജ് പോലെ നമുക്ക് എടുത്തിട്ട് പോകണം. അപ്പോൾ എന്തായാലും ഇൻ ഫ്യൂച്ചർ ബ്രസീലിലെല്ലാം പോകുന്ന സമയത്ത് പോവാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ബ്രസീൽ വിസ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അപ്പം കിട്ടുകയാണെങ്കിൽ ഇപ്പം ഞാൻ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ എല്ലാ ആൾക്കാർ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മേ ബി എനിക്ക് അതിൽ നിന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്കെല്ലാം എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ലൈക്ക് അടുത്ത ഓരോ സ്ഥലത്തേക്ക് എനിക്ക് കാണാനെല്ലാം പോകാനായിട്ട് പറ്റും. ഇവിടെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ എല്ലാം കാണുന്നത്. ഫിഷ് പെസ്കാദോ. ഓക്കെ, ഇത് നമ്മളുടെ പൊള്ളിച്ച പോലത്തെ സാധനമാണ് ഈ കാണുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫിൽ വൺ ടൈം ആനക്കൊണ്ടെല്ലാം എന്തായാലും കാണണമെന്ന് തോന്നലുണ്ട്. ഇതൊക്കെ വേറെ ഇതെന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ്. റൈസും കപ്പയും നൂഡിൽസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതാ അവിടെ ബീൻസും എല്ലാം വിൽക്കാൻ വെച്ചേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയം 7:30 അത് കഴിക്കണേൻ്റെ തിരക്കിലാണ്. പിന്നെ ഈ ആമസോൺ ഫോറസ്റ്റ് കൊളംബിയയിലുണ്ട്, വെനസ്വേലയിലുണ്ട്, ബ്രസീലിലുണ്ട്, ബൊളീവിയയിലുണ്ട്, പെറുവിലുണ്ട്. 5 രാജ്യങ്ങളിൽ വിഭജിച്ച് കിടക്കുകയാണ്. അതിൽ ബ്രസീലാണ് ഏറ്റവും വലിയ ഭാഗം കിടക്കുന്നത്. ആമസോണിൻ്റെ കൂടുതൽ ഗ്രിൽ ഐറ്റംസ് ആണ്. ഇവരെന്ത് കിട്ടിയാലും ഗ്രില്ല് ചെയ്യലാണ് പണി. ഫിഷൊക്കെ നോക്ക്, അതേപോലെ അവർ ഗ്രില്ല് ചെയ്തേക്കാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ പോലും വരുത്തിയിട്ടില്ല. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല മാർക്കറ്റെല്ലാം കാണാം. എനിക്കൊന്ന് കുളിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇവിടുത്തെ വെതർ ഭയങ്കര ചൂടാണ്. രാവിലെ ആയിട്ട് തന്നെ ഭയങ്കര ചൂട്, കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ ചൂടായിരിക്കും. ഇവിടെ അതാ നോക്ക്, കപ്പെല്ലാം വിൽക്കാൻ വെച്ചേക്കുന്നു. പഴവും
ഫ്രഷ് ഫിഷ് എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ മൊയ്യ് എന്ന് പറയുന്നത് മിഷു അങ്ങനെ എന്തോ പറയും. മൊയ്യെന്ന് എന്റെ അവിടെ പറയുന്നേ. അങ്ങനത്തെ എല്ലാം ഫിഷാണ് ഉള്ളത്, പല ടൈപ്പ്. അതെല്ലാം ഫ്രഷ് ആണ്. നമുക്കിത് ഇവിടെ എല്ലാം ഫ്രഷ് ആയിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഫിഷ് തന്നെയാന്ന് തോന്നുന്നു ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഇതെല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും കഴിക്കുകയും വേണം. ആദ്യം ഞാൻ ഈ വീടെല്ലാം നോക്കി എന്താ അവസ്ഥ നോക്കട്ടെ, അതിന് ശേഷം തീരുമാനിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ലോക്കൽ ആൾക്കാരനൊക്കെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിയാണ്. എല്ലാവർക്കും വീടുകളിൽ ലോക്കൽ ബോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ബോട്ടിലെല്ലാം ചെറിയ ചെറിയ വില്ലേജസിലേക്ക് നമുക്ക് പോവാം. അതായത് ടൂറിസ്റ്റ് ഒന്നും പോവാത്ത, ആരും പോവാത്ത ഓരോ ഗ്രാമങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഞാൻ നോക്കിയോട്ടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അവിടെ നോക്ക്, വലിയ ഫിഷാണ് കാണുന്നത്. ഏത് ടൈപ്പ് ഫിഷാണ് എനിക്ക് തന്നെ അറിയില്ല. അത് എന്ത്? പിരാഡുക്കു. ആമസോണിലുള്ള എന്തോ വലിയ മീനാന്ന് പറയുന്നത്. ഒരു കട്ട് ചെയ്ത് വെച്ചേക്ക, തലയെല്ലാം എന്താക്കി നോക്ക്. കണ്ടോ, ഞാനിങ്ങനെ ദൂരെന്നാണ് എടുക്കുന്നത്. മുയ് ഗ്രാന്തേ സി എന്നോട് ചോദിച്ച് എനിക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോണോ വീടുകളിലേക്ക് എന്ന് ചോദിച്ചു. ഞാൻ വേണമെന്ന്. അതെങ്ങനെ പോവാന്ന് എനിക്കറിയില്ല. സി നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ഇപ്പൊ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർക്ക് എന്റെ കാര്യം മനസ്സിലായി. കാരണം അവര് ഹോട്ടലിൻ്റെതും ഹോസ്റ്റലിൻ്റെതും ഒക്കെ പ്രൈസ് പറഞ്ഞപ്പോൾ ഞാൻ ഹോസ്റ്റലിന് തന്നെ 50,000 പറഞ്ഞത്. അപ്പൊക്കെ ഞാൻ പറഞ്ഞത് കൂടുതലാ, എനിക്ക് ടെന്റ് അടിക്കാനുള്ള സ്ഥലം തന്നാ മതി. അതപ്പോ പറഞ്ഞു നിന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം ക്യാഷ് എങ്ങാനും തീർന്നു പോയാൽ പിന്നെ അത് മാറ്റാൻ വേറെ ഓപ്ഷൻ ഇല്ല. ATM ഇവിടെ ഒന്നുമില്ല. നമ്മൾ വരുന്ന സമയത്ത് ക്യാഷ് മാറിയിട്ട് തന്നെ വരണം. ഞാൻ ഓൾറെഡി മാറിയിട്ടാണ് വന്നത്. എന്നാലും എന്തേലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇച്ചിരി പൈസയെങ്കിലും നമ്മൾ മാറ്റി വെക്കണം, എന്നാലാണ് പറ്റുള്ളൂ. ഇതിപ്പോ ഈ വഴി എന്ന് പറഞ്ഞാൽ വില്ലേജിലേക്ക് പോകുന്ന വഴിയാണ്, ഈ ബ്രിഡ്ജ് തന്നെ. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ വില്ലേജസ് തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനെല്ലാം പറ്റും. ഇവിടെ ഇങ്ങനെ വെള്ളം കയറും എന്തായാലും മഴ എല്ലാം കൂടുതൽ പെയ്യുന്ന സമയത്ത്. ഇപ്പൊ ഇവിടെ ഡ്രൈ സീസൺ ആണ്. പെറുവിലും എല്ലാവിടെയും ഡ്രൈ സീസൺ ആണ്. ഈ ഒരു ഏരിയയിൽ, കൊളംബിയയിൽ പല സ്ഥലത്തും മഴ പെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാ സ്ഥലത്തും അല്ല. ഇപ്പൊ ഈ വീടുകളെല്ലാം കണ്ടോ അങ്ങനെ ഹൈറ്റിൽ കെട്ടിയിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവര് അതിന്റെ അടിയിലാണ് അവര് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കര വൃത്തികേടാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെയും എല്ലാ വീട്ടിലും ഡോഗ്സ് ഉണ്ട്. ഇതൊക്കെ നോക്ക്, വഴി കാണുമ്പോൾ എന്താണിത് പേടിയാവുന്നത്. ഇതുവഴി വേണം അങ്ങോട്ട് നടന്നു പോകാൻ ഓരോ വീട്ടിലേക്ക്. നോക്ക്, അതുവഴി പോയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഓരോ ഗ്യാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വീട്ടിലേക്ക് പോകണം. അതിന്റെ ഉള്ളിലൊന്നും ഒരു സ്ഥലം പോലും ഇല്ല. ഞാൻ ദൂരന്ന് സൂം ചെയ്യുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടാവൂല. ഓ സമ്മതിക്കണോ എൻ്റെ അമ്മോ, ഇതുവഴിയെല്ലാം എങ്ങനെ നടന്നു പോകുന്നത്. ഇതെല്ലാം അവര് മരം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വീടുകളെല്ലാം. പിന്നെ അതിന്റെ മുകളിൽ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട്. ശരിക്കും ആമസോൺ ഫോറസ്റ്റിൽ വന്ന ഫീൽ ഉണ്ട് എനിക്ക്. കാരണം എന്താ അറിയോ, വീഡിയോയിൽ അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, നല്ല രീതിയിൽ കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പല കിളികളുടെ സൗണ്ടാണ് കേൾക്കുന്നത്. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ്. ഈ കാണുന്ന ഒരു ഷിപ്പ് കണ്ടില്ലേ, അതിൽ അവര് ലാഞ്ച എന്നാ പറയുന്നത്. ലാഞ്ച ഇതുപോലത്തെ ബോട്ടിലായിരിക്കും നമ്മൾ പോവാ. അപ്പോൾ കിടന്നുറങ്ങുന്നൊക്കെ ഒരു ഹാമൊക്കെ കെട്ടിയിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. ഞാൻ എന്തായാലും ഇവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ ആദ്യം, എന്നിട്ടാണ് പോകുന്നുള്ളൂ. ഇവിടെ ഒരു വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവരെല്ലാരും കള്ളുപിടിച്ചേക്കാണ്, പക്ഷെ എന്നിട്ടും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോടെല്ലാം പെരുമാറുന്നത്. നടക്കാൻ തന്നെ പറ്റുന്നില്ല. എനിക്കെല്ലാം തണുത്ത വെള്ളം നിറച്ച് തന്നേക്കുണ്ട്. muchas gracias. Sí, thank you so much. അവർ പറഞ്ഞ എന്തിനും അവർ കൂടെ ഉണ്ട് എന്നാ പറയുന്നത്. അപ്പം എൻ്റെ ബാഗ് ഞാൻ ഇവിടെ വെച്ച്, ഈ ചെറിയ ബാഗിലാണ് എൻ്റെ വാല്യൂബിൾ ആയിട്ടുള്ളത്. അത് ഞാൻ കയ്യിലെടുക്കുകയാണ്, ഇതിവിടെ വെക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ്. ഞാനിവിടെ വന്നിട്ട് മുഖമൊക്കെ കഴുകി. മുഖം കഴുകിയപ്പോൾ തന്നെ ചെറിയൊരു സമാധാനമുണ്ട്. കുളിക്കാൻ പാകത്തിന് അവിടെ വെള്ളമൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുളിക്കുന്നില്ല. എന്നാലും രാത്രി കുളിച്ചാണ്, പക്ഷെ എന്തായാലും ഇവിടെ എത്തിയപ്പോൾ വെതർ മാറിയോണ്ടാണ് അങ്ങനെ ഒരു ഫീല്. പിന്നെ ഉറങ്ങിയിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല, എല്ലാം കൂടെ ആയിട്ടാണ്. അതാണ്. സോ ഞാനിപ്പോൾ എന്താ അടുത്ത അപ്പുറത്തെ എങ്ങോട്ടേലൊക്കെ പോവാന്ന് വിചാരിച്ചിട്ടാണുള്ളത്. ഇവിടെ എവിടെയെങ്കിലും ഇപ്പോൾ ടെൻ്റ് അടിച്ച് കിടക്കാൻ പറ്റും. എവിടെയാണെന്ന് അവർ പറഞ്ഞില്ല. എന്തായാലും ഇവിടെ ജസ്റ്റ് ടെൻ്റ് അടിച്ചാലും കിടന്നുറങ്ങാൻ പറ്റും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡൊക്കെ എന്തായാലും മസ്റ്റായിട്ട് കാണുക. കാരണം ഇനി ഫുള്ള് ആമസോൺ വിശേഷങ്ങളാണ്. അതും കൊളംബിയയിലെയും പെറുവിലെയും 2 രാജ്യത്തെയും ആമസോൺ വിശേഷങ്ങളായിരിക്കും. പക്ഷെ എൻ്റെ വീഡിയോ എപ്പോഴായിരിക്കും ഇടുക എന്ന് എനിക്കറിയില്ല, കാരണം നെറ്റ്വർക്ക് ഭയങ്കര ഇഷ്യൂസാണ്.
ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് നെറ്റ്വർക്ക് ഉണ്ടെങ്കിലും ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഇല്ല, നെറ്റ്വർക്ക് ഇല്ല. ഈവൻ വീഡിയോ എടുക്കുന്ന പോലും അതും ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും. അപ്പൊ എന്തായാലും ആമസോൺ വിശേഷങ്ങൾ എല്ലാവരും മറക്കാണ്ട് കാണാം. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.